എന്തിനു വേണ്ടിയാണിത്? എംപവർമെന്റ്. ആരെ ശാക്തീകരിക്കാൻ വേണ്ടി? എന്തിന് ശാക്തീകരണം? മനുഷ്യന് ജോലി കൊടുക്കില്ല, തൊഴിൽ കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല, ഇതൊന്നും കൊടുക്കുക, വിദ്യാഭ്യാസം കൊടുക്കില്ല, അടിസ്ഥാന സൗകര്യം കൊടുക്കില്ല. അതിൻ്റെ ശാക്തീകരിക്കലാണ്. എന്ത് ശാക്തീകരിക്കണല്? അതിനേക്കാൾ നല്ലത് ഓരോരുത്തരുടെ കാലിൻ്റെ ഈ അമേരിക്കയിലെ ജയിലിൽ നിന്ന് പരോളിൽ വിടുന്ന ആൾക്കാരുടെ കണങ്കാലിൽ ഒരു ആംഗിൾ മോണിറ്ററിങ് ഇട്ട് കൊടുക്കും. അവരെവിടെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ അപ്പോഴൊരു കാര്യമുണ്ട്, ആ ആംഗിൾ മോണിറ്ററിങ് കൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയില്ല, അവരാരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അറിയില്ല, അവരെവിടെയാണെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ഇതല്ല, ഇത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ആരുമായിട്ടാണ് സംവദിക്കുന്നത് എന്നുള്ളത്. ഇതിന് കൂടെ മറ്റൊരു അപകടകരമായ ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ആൾക്കാർ അത് ഗൗരവത്തിലെടുത്തില്ല. അതായത് കഴിഞ്ഞ ദിവസം മറ്റൊരു ഓർഡർ വന്നു. എന്താണ്? അതായത് ടെലിഗ്രാമും അതുപോലെ തന്നെ വാട്സപ്പും ഉപയോഗിക്കുമ്പോൾ സിം നിർബന്ധമാണെന്ന്. അതായത് അതിനർത്ഥം സിമ്മിലൂടെ കടന്നു കയറണം. ഇതൊക്കെ എവിടുത്തെ നിയമമാണ്? അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ കട്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ വൈഫൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് വാട്സപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഈ ഒരു സീരീസ് ഓഫ് ഈ നടപടികളുടെ എല്ലാ സ്വഭാവം പരിശോധിച്ചാൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയാണ്. പട്ടാള ഭരണത്തിൽ പോലും ഇതുപോലുള്ളൊരു കടന്നുകയറ്റം ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനിൽ പോലുമില്ല, ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളിൽ പോലുമില്ല. യഥാർത്ഥത്തിൽ ഇത് അതിശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്.